നമ്മുടെയൊക്കെ വീടുകളുടെ സ്വപ്നങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പം കൂടുതലും ആൾക്കാർ ഫ്ലാറ്റുകളും അപ്പാർട്ട്മെൻറ്റൊക്കെ വിട്ട് ആൾക്കാർ വില്ലകൾ കൂടുതലും ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ആൾക്കാർക്ക് കൂടുതലും വില്ലകൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി. കാരണം അങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ. സോ അങ്ങനെ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ടുള്ള ഒരു വലിയൊരു വില്ല പ്രോജക്റ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഈഡൻ ഗാർഡൻ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണാമെന്ന് വിചാരിക്കുന്നു. ഈഡൻ ഗാർഡൻ എന്നാണ് ഈ വില്ല പ്രോജക്റ്റിൻ്റെ പേര്. ഈ വില്ല പ്രോജക്റ്റ് ഉള്ളത് അങ്കമാലിയിലാണ്. അവിടെ ഒരു 4 വീടോളം നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസായിട്ട് ഓരോ വീടുകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീട്, അതായത് ഞാൻ ഈ പറഞ്ഞ 4 വീടുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു. ഈ 4 ഡിസൈനാണ്. അതുകൊണ്ട് തന്നെയാണ് 4 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചോദിക്കാം ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാൻ പാടില്ല എന്ന്. ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് ഓരോ വീടും നല്ലൊരു സർപ്രൈസ് തന്നെ തരും. ഓരോ വീടിൻ്റെ ഡിസൈൻസ് വളരെ വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ ഓരോ വീടിൻ്റെയും പണികളെല്ലാം നല്ല രീതികളിലാണ്. അതുകൊണ്ട് പറയാനും എക്സ്പ്ലെയിൻ ചെയ്തു തരാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒറ്റ വീഡിയോയിൽ പറഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പം ചെയ്യാൻ പോകുന്നത് ഈ വീടാണ്. ഈ വില്ലയാണ് നമ്മളിപ്പം ചെയ്യാൻ പോകുന്നത്. ഗേറ്റുകൾ നോക്കാം. നല്ല കനമുള്ള ഗേറ്റുകളാട്ടോ. ഫുള്ള് തുറന്നത് 10 സെൻറ്റ് സ്ഥലമാണിത് മൊത്തം. ഈ വില്ല നിൽക്കുന്നത് 10 സെൻറ്റ് സ്ഥലത്തിലാണ്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്. ആ കവേർഡ് കാർ പാർക്കിങ്ങിന് ഇട്ടേക്കുന്ന ഏരിയ നല്ല രീതിയിൽ ടൈലിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ പെയിൻ്റ് അടിച്ച ഫുൾ വൈറ്റ് കളർ പെയിൻ്റാണ് അടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ചതിന് ശേഷം കസ്റ്റമൈസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം. ഇവിടെ 2 or 3 കാറുകൾ നിങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ഫുൾ എക്സ്റ്റീരിയർ, അല്ലെ പുറത്ത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. ഫുള്ള് ഗ്രാവൽസ് ഇട്ട് നിറച്ചിട്ടുണ്ട്. മണ്ണൊട്ടും തന്നെ കാണാനില്ല. നല്ല ആഴത്തിൽ തന്നെയാണ് ഗ്രാവൽസ് ഇട്ടേക്കുന്നത്. നല്ല രീതിയിൽ ഫുള്ള് ഗ്രാവൽ ഇട്ടേക്കാൻ. ഇവിടെ കിണർ വെള്ളമാണുള്ളത്. ഈ ഏരിയ എക്സാക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസാറ്റ് എൻജിനീയറിംഗ് കോളേജിന് 2 കിലോമീറ്റർ മാത്രമേ ഇവിടുന്ന് ദൂരമുള്ളൂ. അതേപോലെ തന്നെ ഹൈവേയിലേക്ക് 3 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് അടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. ഇത് അങ്കമാലിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 കിലോമീറ്റർ വരും. അങ്കമാലി ടൗണിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ഓൾമോസ്റ്റ് ഒരു 7 കിലോമീറ്റേഴ്സ് എങ്കിലും വരും. ഇവിടാണ് കിണർ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാണ് കിണറുള്ള സ്ഥാനം. ഇവിടാണ് കിണറുള്ളത്. ഇനി ഡ്രെയിനേജും മറ്റു കാര്യങ്ങളും എല്ലാം മീൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അവിടെ ഒരു സെപ്പറേറ്റ് ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടാണ് അതിനുള്ള ഇതെല്ലാം വരുന്നത്. സോ ഇവിടെയും ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഇത് അടുക്കള. ഞാൻ എന്തുകൊണ്ടാണ് ഈ ബാക്ക് സൈഡിലോട്ട് വന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഡോറ് ലോക്കായി കിടക്കുകയാണ്. അതിൻ്റെ ചാവി ഞങ്ങളുടെ എടുത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ ലോക്കാണ്. എനിക്ക് അത് വഴി കൊണ്ട് ഇറങ്ങി നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. പക്ഷേ അടുക്കളയുടെ ഈ സ്പേസിൽ നല്ല സ്പേസ് കിടപ്പുണ്ട്. കണ്ടോ? നല്ല സ്പേസ് ഇല്ലേ? കണ്ടില്ലേ? അപ്പോൾ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞോണെങ്കിൽ ഞാൻ സ്ഥിരം വീഡിയോകളിൽ പറയാറുണ്ട്, കൃഷി ചെയ്യാം, ഒരു കൊച്ചു തോട്ടമൊക്കെ ഉണ്ടാക്കാം. അവിടെ അതിനുള്ള സ്പേസ് ഇവിടെ ധാരാളമുണ്ട്. വേണമെങ്കിൽ കുട്ടികൾക്ക് പുറത്ത് ഓടി നടന്ന ആവശ്യത്തിനനുസരിച്ച് കളിച്ച് വളരാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഈ വീട് എക്സ്റ്റീരിയറും ഫുള്ളൊന്ന് ചുറ്റി നടന്ന് കണ്ടു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്രണ്ട് വശത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 തൂണുകൾ നമ്മൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. നോക്കിക്കേ, വലിയ 4 തൂണുകളാണ് സ്ഥാനം പിടിച്ചിരിക്കുന്നത്. അപ്പോൾ സിറ്റ് ഔട്ടിലേക്ക് കയറാം. നല്ല സ്പേഷ്യസായ സിറ്റ് ഔട്ടാണ്. ഇവിടെ എന്താ പറയുക, നല്ല സ്പേസാണ്. ഇവിടെ ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ ഈ വീടിൻ്റെ ദർശനം കിഴക്കോട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് കിഴക്ക് ദർശനമായിട്ടാണ് ഇരിക്കുന്നത്. രാവിലെ നമ്മൾ കതക് തുറന്ന് വന്നു കഴിഞ്ഞാൽ നേരെ കിഴക്കോട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഡോറിൻ്റെ ഡിസൈൻ നല്ല മനോഹരമായ ഒരു ഡിസൈൻ നൽകിയിരിക്കുന്നു. നല്ല ക്വാളിറ്റിയുള്ള തടിയാണ്, ചെറുതേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. കട്ടളപ്പടിയും മറ്റും എല്ലാം വളരെ എന്താ പറയുക, തേക്കിൻ്റെ ആ തടിയുടെ എന്താ പറയുക ക്വാളിറ്റി വിളിച്ചോദിക്കുന്നു. നല്ല കട്ടിയായിട്ടാണ് കട്ടള എല്ലാം പണിയിരിക്കുന്നത്. ഇനി അകത്തേക്ക് വരുക. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 4 പാളിയുള്ള ഫ്രഞ്ച് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ട് ചെയ്ത്. ഇവിടെ നമ്മളിപ്പം കൂടുതലും നമ്മുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സീലിംഗ് വർക്കുകൾ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് കസ്റ്റമൈസ്ഡായ ഒരു വീട് ചെയ്യണം എന്നുള്ളവർക്ക് അത് കസ്റ്റമൈസ്ഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നൽകിയിരിക്കുന്നത്. ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു ആർച്ചാണ്.
ഒരു ആർച്ച് പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡൈനിങ് ഏരിയയിലേക്ക് വരികയാണ്. ഇവിടുത്തെ തറ നോക്കിയേ, ഫുള്ള് വൈറ്റ് കളർ ആണ് ചെയ്തേക്കുന്നത്. അതിന് ബ്ലാക്ക് കളർ ടൈൽസ് ഉപയോഗിച്ച് ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നല്ല മനോഹരമായിട്ടുണ്ട്. ദേ നോക്കി, ഭയങ്കര സ്പേഷ്യസ് ആണ് ഡൈനിങ് ഏരിയ. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത്. വാഷിംഗ് ഏരിയയിൽ നല്ല ക്വാളിറ്റി ഉള്ള സെറയുടെ ഒരു വലിയ വൈറ്റ് കളർ വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്നു. അവിടെ അതിന് ടോപ്പിൽ ഗ്രാനൈറ്റ് വെച്ച് അതിനൊരു ബോർഡർ നൽകിയിരിക്കുന്നു. ആ ബെഞ്ച് ടോപ്പ് നൽകിയാൽ നല്ല രസമുണ്ട്. അപ്പോൾ അതെ താഴെ ഈ കബോർഡിൻ്റെ ഈ തടികളല്ല, ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ ഇതെല്ലാം ഈ ചെറുതേക്ക് കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്നത്. അതായത് എല്ലാം കണ്ട, അതൊക്കെ അടയ്ക്കുമ്പോഴുള്ള സൗണ്ട് നല്ല കിടിലൻ സൗണ്ട്. ദേ അടുക്കളയുടെ കഥകളും ആ തടി കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്നത്. നമുക്ക് ആദ്യം അടുക്കള കയറി കാണാം. ഇതാണ് അടുക്കള. നോക്കിക്കേ, ഭയങ്കര സ്പേസ്. ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് വെച്ച് അവിടെ ഒരു ഗോൾ പോസ്റ്റ് വെച്ച് നടുക്കെ കളി നടത്തി ഫുട്ബോൾ കളിച്ചാലോ, ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട്, നല്ല സ്പേസാണ്. ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് വെച്ച് നൽകിയിരിക്കുന്നു. ദേ ഇവിടെ ആയിട്ടാണ് നമ്മുടെ അടുപ്പ് വെച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു ജനാലയുണ്ട്, 4 പാളിയുടെ വലിയൊരു ജനാല നൽകിയിരിക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസുകൾ. ഈ തടികളെല്ലാം നോർമൽ സാധാ തടികളല്ല, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള തടികൾ കൊണ്ടാണ് ചെയ്തത്. നോർമൽ നമ്മൾ കാണുന്ന എല്ലാം മൾട്ടിവുഡ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് അല്ലേ? നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് വീഡിയോസൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെല്ലാം മൾട്ടിവുഡിലാണ് തരുന്നത്. പക്ഷെ ഇതൊന്നും അങ്ങനല്ലേ. ഇവിടെയൊക്കെ സ്റ്റോറേജ്, ഇതൊക്കെ ഈ സാധനങ്ങളെല്ലാം നല്ല തടിയിലാണ് തീർത്തേക്കുന്നത്. ഇവിടെ ഈ സ്പേസിലെല്ലാം യൂസ് ചെയ്യുന്ന ഗ്ലാസും ആ ചെറുതേക്ക് എന്ന് പറഞ്ഞ തടി ഉപയോഗിച്ച് തന്നെയാണ് ഇതെല്ലാം തീർത്തേക്കുന്നത്. ഇനി സിങ്കിൻ്റെ അവിടോട്ട് വന്നു കഴിഞ്ഞാൽ 3 പൈപ്പുകൾ. ആഹാ, കൊള്ളാം. 3 നൽകിയിട്ടുണ്ട് സിങ്കിന്. അവിടെയും 1, 2, 3, 4, 5, 6 പാളി, 6 പാളി ചെറിയ ജനൽ. ഇത്രയും ജനാലകൾ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് വരും. തുറന്നിട്ടാൽ വായു ഉള്ളിലേക്ക് വരും, അതിലൊരു സംശയവും വേണ്ട. ദേ ഇവിടാണ് ഫ്രിഡ്ജ് വെക്കാനുള്ള പോയിന്റ് കൊടുത്തേക്കുന്നത്. ഇവിടെ ഫ്രിഡ്ജ് വെക്കാനുള്ള, ഇവിടെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഒന്നും അവർ പണിഞ്ഞിട്ട് നമ്മളെ അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് പണിഞ്ഞു വെക്കാം എന്നുള്ളതാണ്. ഇതാണ് ഈ പറഞ്ഞ ചെറിയൊരു വർക്ക് ഏരിയ എന്ന് പറഞ്ഞത്. വർക്ക് ഏരിയയിൽ ഒരു ടൈൽ വെച്ച് ഉണ്ടാക്കിയ ഒരു വലിയൊരു സിങ്ക് കാണാം. അത് വെച്ച് ചെയ്തിരിക്കുന്നു. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അത് നല്ല പണിയെടുക്കാൻ ഉപയോഗപ്രദമായിരിക്കും. ഇവിടെയും ഒരു അടുപ്പ് വെക്കാനുള്ള ഒരു സെറ്റപ്പ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല സ്പേഷ്യസ് ആണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട് മൊത്തം 4 ബെഡ്റൂമാണുള്ളത് കേട്ടോ. 4 ബെഡ്റൂമിൽ താഴത്തെ ബെഡ്റൂമാണ് നമുക്ക് കണ്ടത്. ഇപ്പം താഴെ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം. ആദ്യത്തെ ബെഡ്റൂം ഇവിടാണ്. ദേ നമുക്ക് തുറന്നകത്ത് കയറാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്കുള്ള ഡോറ് വരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോർമൽ ഡോറുകളല്ല, മറ്റേ റെഡിമെയ്ഡ് ഡോറുകളൊന്നും അല്ല നൽകിയിരിക്കുന്നത്. ആ തടി കൊണ്ട് തന്നെ, അതായത് ചെറുതേക്കെന്ന് പറഞ്ഞ തടി കൊണ്ട് തന്നെ ചെയ്ത് പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് വെച്ചേക്കുന്ന തടികളാണ്. അതായത് ഗുഡ് ക്വാളിറ്റിയാണ്. അത് ആ കാണുമ്പോൾ തന്നെ, ആ ഡോറ് കാണുമ്പോൾ തന്നെ ആ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. ദേ കബോർഡ്സ്, നമ്മുടെ വാർഡ്രോബ്സ് നോക്കിക്കഴിഞ്ഞാൽ അതും ആ തടി കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. അവിടെ ഒരു മനോഹരമായ ഒരു മിറർ നൽകിയിട്ടുണ്ട്. താഴെ ഇതെല്ലാം പിടിച്ച് തുറക്കുമ്പോൾ എനിക്ക് ആ ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ആ തടിയുടെ ക്വാളിറ്റി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നു. ഇവിടെ 4 പാളിയുടെ ഒരു ജനാല ഈ ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. ഈ 2 പാളി വീതമുള്ള ഒരു ജനാല ഇപ്പുറത്തെ ഭിത്തിയിൽ നൽകിയിരിക്കുന്നു. അതും നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. ഇനി എനിക്ക് ഈ വീട്ടിൽ വന്നപ്പോൾ, ഞാൻ ഈ വീട്ടിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാത്റൂമുകളാണ്. കാരണം സ്പേഷ്യസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ബാത്റൂമും കയറി കാണാം. ഇതാണ് ആദ്യത്തെ ബാത്റൂം. നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ അവർ ഒട്ടും ഇത് ഓണാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇവിടെ നിന്ന് കണ്ടോ, ഇതിൻ്റെ ഈ സൈഡ് ഭിത്തിയുടെ ഈ മോളിൽ വരെ അവർ ടൈലിട്ട് വെച്ചിട്ടുണ്ട്, ഏറ്റവും ടോപ്പിൽ വരെ. ഇത് നോക്കിക്കേ, ഇവിടെ ബാത്ത് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്പേസ്. ഇവിടെ ബാത്ത് ഏരിയ എന്ന് വെച്ചാൽ നല്ല കിടലൻ സ്പേസാണ്. എന്താ പൊളിയല്ലേ? എന്നിട്ട് ക്ലോസറ്റ് ഏരിയ ഇച്ചിരി ഇങ്ങോട്ട് മാറി നല്ല സ്പേസ് ഉണ്ട്. അവിടുന്ന് മാറി വാഷ് ഏരിയ വീണ്ടും നല്ല സ്പേസ്. അതായത് 3 ഏരിയകളെ തികച്ചും നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കൈ പിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ഡിഫറൻസ് ഉണ്ടാവും. അവിടെ അതേപോലെ നല്ല ഡിഫറൻസ് ഉണ്ട്. സോ നല്ല ബാത്റൂമിന് നല്ല സ്പേഷ്യസ് ആണ്, കണ്ടല്ലോ. പിന്നെ ഇവിടെ മാത്രമാണ് നോർമൽ ഡോറുകൾ, ഫൈബർ ഡോറുകൾ കൊടുത്തേക്കുന്നത്. ഫൈബർ ഡോറുകളാണെങ്കിലും ക്വാളിറ്റി ഉള്ള ഡോറാണ്.
അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. അത് ദേ ഇവിടാണ് രണ്ടാമത്തെ ബെഡ്റൂം. അതും ഈ പറഞ്ഞ അതേ, ഞാൻ ഡോറുകളുടെ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയണമെന്നില്ലല്ലോ, എല്ലാം ഒരേ തടി കൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന ഡോറുകളാണ്. അതും നല്ല ക്വാളിറ്റിയിൽ ചെയ്തേക്കുന്നത്. ഇവിടെയും വാർഡ്രോബ്സും നൽകിയിരിക്കുന്നു. ആ വാർഡ്രോബ്സും ഞാൻ പറഞ്ഞ അതേ ക്വാളിറ്റിയിൽ തന്നെ നൽകിയിരിക്കുന്നു. മറ്റേ റൂമിൽ നമ്മൾ താഴത്തെ ആദ്യത്തെ ബെഡ്റൂമിൽ കണ്ട എങ്ങനെയാണോ വിൻഡോയുടെ അല്ലെ ജനാലകളുടെ സജ്ജീകരണം, അതേപോലെ തന്നെയാണ് ഈ മുറിയിലെയും ജനാലകളുടെ സജ്ജീകരണം നൽകിയിരിക്കുന്നത്. ഇനി ഇവിടുത്തെ ബാത്റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഈ ഡോറ് റൂം അടച്ചു കഴിഞ്ഞാൽ ഇതും അതേപോലെ നല്ല സ്പേഷ്യസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇവിടെ നല്ല സ്പേഷ്യസ്. ഇവിടെ വെട്ടമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് തോന്നില്ല. അപ്പോൾ നമുക്കതിന് മുകളിലത്തെ ബെഡ്റൂം മുകളിലോട്ട് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഒരു സ്പേസ്. ഇനി നമുക്കിത് ഈ ഡൈനിങ് ഏരിയയുടെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഈ ഒരു അടിയിലത്തെ പോർഷൻ കസ്റ്റമൈസ് ആക്കി നമുക്ക് വേണമെങ്കിൽ പണിയാൻ കാര്യങ്ങൾ, സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ഉണ്ടാക്കാം. അവിടെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻവെർട്ടർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഈ നമ്മൾ സ്റ്റെയർ കേസ് കയറാൻ വേണ്ടിയിട്ട് ഈ സ്റ്റെയർ കേസും ചെയ്തേക്കുന്നത് ചെറുതാക്കി തന്നെ. ഇതും കസ്റ്റമൈസ്ഡായിട്ട് പണിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളാണ്. ടൈല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈലുകൾ വെച്ചിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. മേളിൽ ഒരു പകവള നൽകിയിട്ടുണ്ട്. ആ ഒരു ഓപ്പണിങ് നല്ല രീതിയിൽ വെളിച്ചത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. നല്ല ഭംഗിയുണ്ട്. അത് വെളിച്ചം എന്താ പറയുക, നല്ല രീതിയിൽ വെളിച്ചം ഉള്ളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇവിടെ ഒന്നും വേറെ ഒരു സീലിംഗ് വർക്കുകളും ചെയ്തിട്ടില്ല, ഒരു വർക്കും ചെയ്തിട്ടില്ല. ഈ വീട്ടിൽ ഒരു ലൈറ്റുകളും ഓണല്ല. എന്നിട്ടും ഈ വീടിനകത്ത് ഇത്രയും പ്രകാശമുണ്ട്. അതെനിക്ക് തികച്ചും വളരെ സന്തോഷം നൽകുന്നുണ്ട്. ഈ കൈകരുവി ഇവിടം വരെ വന്ന് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ ഈ ലോബി ഏരിയയിൽ നിന്ന്, ഈ മുകളിലത്തെ ലോബി ഏരിയയിൽ രണ്ട് സൈഡിൽ രണ്ട് ജനാലകൾ, ഒന്ന് 3 പാളിയുള്ള ജനൽ, ഒന്ന് 4 പാളിയുള്ള ജനൽ. ഇനി നമുക്ക് ബെഡ്റൂം, ഈ ബെഡ്റൂമിലേക്ക് കയറാം. താഴെ കണ്ട പോലെ തന്നെ 2 ഭിത്തികളിലായിട്ട് ജനാലകൾ നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാർഡ്രോബ്സ് നൽകിയിരിക്കുന്നു. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബ്സ്. അതിന് ഉപയോഗിച്ചേക്കുന്ന ലോക്ക് വരാൻ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ്. ഇനി നമുക്ക് ബാത്റൂം. ഈ ബാത്റൂം കുറച്ച് നല്ല പ്രകാശം നിങ്ങൾക്ക് ഉണ്ടാവും തോന്നുന്നു, താഴത്തെ കൂട്ടല്ല അല്ലേ. ഇവിടെ കാണുമ്പോൾ മനസ്സിലായില്ലേ ഏരിയ സ്പേസ്. ഓക്കെ, എന്താ സ്പേസാണ്. ഒരു കട്ടിലിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം, അത്രയ്ക്ക് സ്പേസ് ഉണ്ട്. നല്ല സ്പേസുള്ള ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ ഇനി കാണേണ്ടത് 4ാമത്തെ ബെഡ്റൂമാണ്. യെസ്, അത് ഇവിടാണ് 4ാമത്തെ ബെഡ്റൂം. നോക്കിയേ, സൂപ്പർ. സെയിം 4 ബെഡ്റൂമും ഒറ്റ സൈസ് തന്നെയാണ്. ഇവിടെയും ജനാലകൾ നൽകിയിട്ടുണ്ട്, 2 സൈഡിലുമുണ്ട് ജനാല. ഇവിടെയും വാർഡ്രോബ്സ്, എല്ലാത്തും ഒരേ ഡിസൈൻ കേട്ടോ. വാർഡ്രോബ്സ് എല്ലായിടത്തും ഒരേ ഡിസൈൻ തന്നെയാണ്. വാഷ്റൂം, യെസ്, നേരത്തെ കണ്ട അതേപോലെ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം. അപ്പോൾ നമ്മൾ 4 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോബി ഏരിയയിൽ നിന്ന് ഒരു മെയിൻ ബാൽക്കണിയും ഉണ്ട്, ഒപ്പം തന്നെ ഒരു യൂട്ടിലിറ്റി ഏരിയയും ഉണ്ട്. അതിവിടാണ്. അല്ല, ടെറസിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ. ഇതാണ് എക്സാക്ട്ലി യൂട്ടിലിറ്റി ഏരിയ എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈപ്പ് വരാനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രെയിനേജ് വെള്ളം പോകാനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഷീറ്റ് വെച്ച് മറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യാനുസരണം നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. അത് ലോബിയിൽ നിന്ന് തന്നെയാണ്, അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ലോബിയിൽ നിന്ന് തന്നെയാണ് അതിലോട്ട് പോകുന്നത്. അത് എവിടെയാണ്. യെസ്, ഇതാണ് ബാൽക്കണി. കിഴക്കോട്ടാണ് ബാൽക്കണി. ഇതിവിടെ ഇറങ്ങിയ ഇഷ്ടം പോലെ സ്പേസാണ്. നോക്കി ഇവിടെ നിന്ന് അതെ ഈ പ്രോപ്പർട്ടി ഫുള്ളായിട്ട് കാണാം. അത് എവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കേ, ആ ഒരു വില്ല പ്രോജക്റ്റിൻ്റെ ഭംഗി മനസ്സിലാവണമെങ്കിൽ അല്ലേ, നല്ല ഭംഗിയില്ലേ. യെസ്, അപ്പോൾ നമ്മൾ ഈ വില്ല ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞു. ഇനി മെയിനായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ലൊക്കേഷൻ അങ്കമാലിയിലാണ്. അങ്കമാലി
ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ മാറി പോയി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം ഹൈവേയിലേക്ക് എത്താം. 2 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ ഫെഡറലിൻ്റെ ഒരു ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് എത്താം. അങ്ങനെ നമുക്ക് ടൗണിലേക്കും അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഈ ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ തന്നെ അപ്പോളോ ഹോസ്പിറ്റൽ വരുന്നു. ഭയങ്കര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഇപ്പോൾ അപ്പോളോ ഇവിടെ അങ്കമാലിയിൽ പണി കഴിപ്പിച്ചത്. അപ്പോൾ അത്രയും വലിയ ഹോസ്പിറ്റൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. 3-4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ അത്യാവശ്യം വേണ്ട ഫെസിലിറ്റീസ് എല്ലാം തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഏരിയയെ പറ്റി പറയാൻ എനിക്കുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസിങ് ആണ്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. അതാദ്യം എല്ലാവരും ചിന്തിക്കണം. ഞാൻ പ്രൈസിങ് തന്നെ കൃത്യമാണ്. അപ്പോൾ 10 സെൻറ്റ് സ്ഥലത്ത് 2500 സ്ക്വയർ ഫീറ്റുള്ള ഇത്രയും വലിയൊരു വില്ലയ്ക്ക് അവർ ചോദിക്കുന്നത് 1,15 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില. നെഗോഷ്യബിളാണ്. നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പർ പോയി കണ്ട് എടുത്ത് വെച്ച് നിങ്ങളെ വിളിച്ചാൽ മതി. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്താ നെഗോസിയേഷൻ കൂടെ ഒരു ഡിസ്കൗണ്ട് തരും. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അതിൽ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ഒപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. ഒപ്പം നിങ്ങൾ യൂട്യൂബിലാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റായിട്ട് നിങ്ങൾ പറയണം. ഞാൻ മാക്സിമം നിങ്ങൾ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മുടെ വീഡിയോകളിലൊക്കെ ആദ്യം പറയുന്നുണ്ടായിരുന്നു എക്സ്റ്റീരിയർ ഫുള്ളായിട്ട് എല്ലാം കാണിക്കുന്നില്ല എന്ന് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. കമൻറ്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്റ്റീരിയർ നമ്മൾ ഫുള്ളായിട്ട് കാണിച്ചു തുടങ്ങിയത്. വെള്ളത്തിൻ്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നില്ല ആദ്യകാലത്ത്. അതൊക്കെ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാറ്റങ്ങളാണ് ഞങ്ങൾ വരുത്തുന്നത്. മാക്സിമം നിങ്ങളുടെ മാറ്റങ്ങൾ ഇനിയും ഞങ്ങൾ വരുത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് തരം മാറ്റങ്ങളാണോ ഞങ്ങളുടെ വീഡിയോയിൽ മാറ്റേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞാൽ മാത്രം മതി. അത് ഞങ്ങൾ ഇനിയും മാറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.